നമസ്കാരം. ഗ്യാൻവാപ്പി മസ്ജിദിൽ നടന്ന പൂജ കേസിൽ പള്ളി കമ്മിറ്റി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീൽ ഹർജിയിൽ ഹിന്ദു വിഭാഗത്തിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. പൂജ അനുവദിച്ച ജില്ലാ കോടതി ഉത്തരവ് അലഹബാദ് ഹൈക്കോടതി ശരിവെച്ചത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു പള്ളി കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചത്. അതേസമയം ഹിന്ദു വിഭാഗത്തിന് നോട്ടീസ് അയച്ച സുപ്രീം കോടതി നിലവറയിലെ പൂജയ്ക്ക് സ്റ്റേ അനുവദിച്ചിട്ടില്ല എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ജൂലൈയിൽ കേസിൽ അന്തിമ വാദം കേൾക്കുമെന്നുകൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ ജൂലൈ വരെ ഹിന്ദു വിഭാഗത്തിന് നിലവറയ്ക്കുള്ളിൽ പൂജ തുടരാമെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. ഗ്യാൻവാപ്പിയിലെ തെക്കൻ നിലവറയിലെ പൂജ സ്റ്റേ ചെയ്യണമെന്ന മസ്ജിദ് കമ്മിറ്റിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടുമില്ല. നിലവറയിലെ പൂജ പള്ളി നിസ്കാരത്തിന് ഒരു തടസ്സമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി തൽക്കാലം ഇത് രണ്ടും ഒന്നിച്ചു മുന്നോട്ട് പോകട്ടെ എന്നുകൂടി പരാമർശിച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിൻ്റെതായിരുന്നു ഈ സവിശേഷമായ ഒരു നിർദ്ദേശം. എന്തായാലും ഗ്യാൻവാപ്പി പള്ളിയിലെ തെക്കേ നിലവറയിൽ പൂജയ്ക്ക് അനുമതി നൽകിയ ജില്ലാ കോടതി ഉത്തരവിൽ നിലവിൽ ഇടപെടേണ്ട സാഹചര്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി അപ്പീൽ തള്ളിയിട്ടുണ്ടായിരുന്നത്. എല്ലാ തെളിവുകളും പരിശോധിച്ചാണ് ജില്ലാ കോടതി ഉത്തരവിട്ടത്. 1993 വരെ നിലവറകളിൽ പൂജ നടന്നിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുമുണ്ട്. ഇത് തടഞ്ഞ അന്നത്തെ സംസ്ഥാന സർക്കാരിന്റെ നടപടി നിയമവിരുദ്ധമാണ്. ആരാധന നടത്താനുള്ള വ്യാസ് കുടുംബത്തിന്റെ അവകാശം ഹനിക്കപ്പെട്ടു. ഇത് ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന ഭരണഘടനയുടെ 25-ാം അനുച്ഛേദത്തിന്റെ ലംഘനമാണ് എന്നുകൂടി ഉത്തരവിൽ പറയുന്നുണ്ട്. വ്യാസ് കുടുംബത്തിന്റെ കൈവശമല്ല നിലവറകൾ എന്ന പള്ളി കമ്മിറ്റിയുടെ വാദവും കോടതി തള്ളിയിട്ടുണ്ട്. 4 ദിവസം വിശദവാദം കേട്ടാണ് ഹൈക്കോടതി എന്ന് വിധി പറഞ്ഞത്. പള്ളിക്ക് താഴെ തെക്കു ഭാഗത്തുള്ള നിലവറയിൽ വിഗ്രഹങ്ങൾ ഉണ്ട് എന്ന് കാട്ടിയാണ് ആരാധനയ്ക്ക് ഒരു ഹർജി എത്തുന്നത്. ഹിന്ദു വിഭാഗത്തിന്റെ വാദം ഹൈക്കോടതിയും അംഗീകരിച്ചത് BJPയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണ ആയുധം കൂടിയാണ്. അയോധ്യയ്ക്ക് പിന്നാലെ മധുരയും കാശിയും ചർച്ചയാക്കാനുള്ള നീക്കത്തിന് യോഗി ആദിത്യനാഥും പരസ്യ പിന്തുണ നൽകി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു ഉത്തരവ് വളരെയധികം സവിശേഷമാണ്. നിലവറയിൽ ഹിന്ദു വിഭാഗം പൂജ നടത്തിക്കൊള്ളട്ടെ, അതൊരിക്കലും മുസ്ലിം വിഭാഗത്തിന്റെ നമസ്കാരത്തിന് തടസ്സം വരുത്തുന്നില്ല. തീർച്ചയായും രണ്ട് മതവിഭാഗവും അവിടെ ഒന്നിച്ചു പോകുന്ന ഒരു കാഴ്ചയായിരിക്കും കാണാൻ സാധിക്കുന്നത്. അടുത്തതായി ജൂലൈ വരെ ഇങ്ങനെ തന്നെ ഇത് തുടരുകയും ചെയ്യും. പക്ഷെ ഹിന്ദു വിഭാഗവും മുസ്ലിം വിഭാഗവും ഗ്യാൻവാപ്പിക്ക് സമീപം അവരവരുടെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് സജീവമായിട്ടുണ്ട്. ഇതൊരു സംഘർഷ അവസ്ഥയിലേക്ക് നീങ്ങാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സംസ്ഥാന ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് നിലവിൽ ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു തർക്കം അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു കയ്യാങ്കളിയായി മാറാതിരിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കോടതിയുടെ നിർദ്ദേശം അവിടെയുള്ള മതസൗഹാർദ്ദത്തിന് ഒരു കോട്ടം തട്ടാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സർക്കാർ ചെയ്യുന്നുണ്ട്. ഇനി വരും മണിക്കൂറുകളിൽ പോലീസിന്റെ ഏറ്റവും വലിയ ഒരു ടാസ്ക് എന്തെന്നാൽ ഈ ഹിന്ദു വിഭാഗവും മുസ്ലിം വിഭാഗവും എന്തെങ്കിലും ഒരു പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവർ തമ്മിലടിക്കുന്നത് തടയുക എന്നത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.